നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഇസ്ലാമിനെ ഒരു കാരണവുമില്ലാതെ വിമർശിക്കാൻ നിൽക്കുന്ന ആളുകളൊന്നും ദയവേത് ഈ പോസ്റ്റ് കാണരുത്. നിങ്ങൾക്കുള്ള പോസ്റ്റ് അല്ലത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ കണ്ടോ, ഇത് കാണാൻ നിൽക്കണ്ട. ഓക്കെ, ഇനി റമദാൻ മാസമൊക്കെയാണ്. ഇസ്ലാമികപരമായ ഒരു വലിയ സംശയമുണ്ട്. ആ സംശയത്തിന്റെ മറുപടിയായി ഇദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും. നമുക്കതൊന്ന് കേൾക്കണം. ആദ്യം ചോദ്യം നമുക്ക് ചോദിക്കാം. സോ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് മിഅ്റാജ് യാത്രയിൽ, മിഅ്റാജ് യാത്രയൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അറിയാം. ആ യാത്രയിൽ അദ്ദേഹം സ്വർഗവും നരകവും കണ്ടു എന്ന് പറഞ്ഞു. അവിടെ ഇപ്പോഴേ തന്നെ മനുഷ്യരൊക്കെ ഉണ്ട്. അതായത് തെറ്റ് ചെയ്ത മനുഷ്യർ ഒരുപാട് നരകത്തിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സ്വർഗത്തിലുമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ മറ്റൊരു കാര്യം പഠിപ്പിക്കുന്നത് ഈ ലോകാവസാനം, അതായത് നമ്മളൊക്കെ മരണപ്പെട്ട് ലോകാവസാനം കഴിഞ്ഞ് പരലോകത്തെത്തി അവിടെ നന്മയും തിന്മയും വേർതിരിച്ച് ശരി ചെയ്യുന്നവർ സ്വർഗത്തിലും തെറ്റ് ചെയ്യുന്നവർ നരകത്തിലും പോകും എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ആഫ്റ്റർ, അതായത് പരലോകത്തിന് ശേഷമാണല്ലോ നമ്മൾ സ്വർഗം നരകത്തിലും പോകുന്നത്. പിന്നെ ഇപ്പോഴേ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആളുകളുണ്ടെന്ന് പറഞ്ഞു? ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ, നരകത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് മഹ്ശറിൽ വെച്ചായിരിക്കും. അങ്ങനെ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. അല്പം കൂടി വിശദമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന് പണ്ഡിതന്മാർ വിശദമായ പല സാധ്യതകളും പല മറുപടികളും പറയുന്നുണ്ട്. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 7 ആകാശങ്ങൾക്കും അപ്പുറമുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയ ഘട്ടത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നതാകുന്ന കാര്യങ്ങളെ ഒരു ഡെമോ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സംസാരിച്ചാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ AI ക്രിയേഷൻ വഴിയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുപോലെ ഭാവി, ഭൂതം, വർത്തമാനം ഇങ്ങനെ കാലങ്ങളുടെ വ്യത്യാസമൊന്നുമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അഥവാ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇവരെയൊക്കെ ഇവിടെയാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചതാവാം ഒരു സാധ്യത. പണ്ഡിതന്മാർ വിശദമായി നടത്തുന്ന ചർച്ചകളും സാധ്യതകളും അല്ല, കൺഫേമായി പറയാത്തതിന്റെ കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത മറ്റാരും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന വാക്കുകൾ വിശ്വസിക്കുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത. എന്ന് മാത്രമല്ല, ഇതൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതല്ല. ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ ആരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇതിൽ ഒരാൾ സംശയിച്ചു, എങ്ങനെയാണ് അയാളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്? ഇനി മഹ്ശറിൽ കൊണ്ടുവന്നതിന് ശേഷമാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത്? അന്ന് പ്രവേശിപ്പിക്കപ്പെട്ടത് യഥാർത്ഥ മനുഷ്യനാണോ? അതല്ല കേവലം ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പായി ചിത്രം വരച്ചിട്ട് ഇത് ഈ റൂം, ഇത് ബാത്റൂം, ഇത് അടുക്കള എന്നൊക്കെ കാണിച്ചതുപോലെയുള്ള ഒരു ഡെമോയാണോ? ഇങ്ങനെ സംശയിച്ചതിന്റെ പേരിൽ, ഏതെങ്കിലും സാധ്യതകളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഒരാളുടെയും വിശ്വാസത്തിന് കോട്ടം വരികയില്ല. സാധ്യത പറയാനുള്ള കാരണം നമുക്കാർക്കും കൃത്യമായി അതിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമായി വ്യക്തമാക്കി തരാത്തത് കൊണ്ടും. ഞാൻ ഒന്ന് രണ്ട് പണ്ഡിതന്മാരോട് സംശയം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതൊരു സീക്രട്ടായ കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് രഹസ്യ സ്വഭാവം ഉള്ളതാണ്, എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി തന്നിട്ടില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അതായത് ഈ വിഷയത്തിൽ ഒരുപാട് സാധ്യതകൾ ചർച്ച ചെയ്ത ഇടങ്ങളിൽ പറയപ്പെട്ട ഒരു സാധ്യതയാണ് ഇതിന്റെ രഹസ്യങ്ങൾ സമൂഹത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്തവർക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഒന്നാമതായി നമ്മൾ നേരത്തെ പറഞ്ഞതാകുന്ന മറുപടിയാണ് അതിനുള്ളത്. അതായത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കാലേ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഡെമോ എന്ന നിലയ്ക്ക് കാണിക്കപ്പെട്ടു. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത പണ്ഡിതന്മാർ സംസാരിക്കുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരു സാധ്യത മുന്നോട്ട് വെക്കുകയാണ്. കേവലം ചില ശരീരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു പടച്ചതിന് ശേഷം നരകത്തിൻ്റെതാകുന്ന രൂപഭാവങ്ങളിൽ പ്രവേശിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. ഇത് മറ്റൊരു സാധ്യതയാണ്. ഇങ്ങനെ ഏത് തരത്തിലും ഇമാമിങ്ങൾക്ക് ഇതിനെ വിശദീകരിക്കാം. കാരണം ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതല്ല. ഇതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് ഒരാൾ കടന്നില്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഇതിന്റെ പരിപൂർണമാകുന്ന രൂപങ്ങൾ ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുമില്ല. മറ്റൊരു കാര്യം കൂടി സ്ത്രീകളെ കുറിച്ചാണ്. ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് കണ്ടതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? സ്ത്രീകളാണോ ഏറ്റവും നമ്മുടെ നാട്ടിൽ ഏറ്റവും മോശക്കാരായിട്ട് വരുന്നത്?
സ്ത്രീകളാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഞാൻ കണ്ടത് സ്ത്രീകളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നതിൽ നിന്ന്, മക്കളെയും ഇണകളെയും കുടുംബത്തെയും ശപിക്കുന്നതിൽ നിന്ന് സ്ത്രീജനങ്ങൾ മാറി നിൽക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു ഭയപ്പെടുത്തലാണ്. ആ സ്നേഹത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമായി പ്രിയപ്പെട്ടതാകുന്ന തന്റെ സമുദായത്തിലെ സ്ത്രീജനങ്ങളോടുള്ള സ്നേഹോപദേശമായിട്ട് വേണം നാം അതിനെ മനസ്സിലാക്കാൻ.